Welcome back Kunju's Dream World. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ വൈകുന്നേരമായിട്ടോ 4 മണിയായി. അപ്പോൾ 4 മണിക്ക് മുതലുള്ള എൻ്റെ ഒരു കുഞ്ഞു റൂട്ടീനാണ് കേട്ടോ, നൈറ്റ് വരെയുള്ള ഒരു റൂട്ടീനാണ്. ഇപ്പം ഞാൻ ടൗണിലേക്ക് പോകാം കേട്ടോ, ഒരു 4:30 ആകുമ്പോൾ പോകും. കാരണം ഇപ്പോൾ ഏട്ടൻ വിളിക്കും, അത് വിളിച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് കേട്ടോ, നല്ല അടിപൊളി, കുറച്ച് കാണാനും ഒരു രസമുള്ള ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോകാം. പോകുന്നതിന് മുന്നേ നമ്മൾ ചാനൽ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട്, പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ, ബാ. അപ്പം ഞാൻ ടൗണിലേക്കൊക്കെ പോയി വന്നതിന് ശേഷം കുറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ വെട്ടി ഒന്ന് വൃത്തിയാക്കി ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അയിലയും കൊഞ്ചനും കൂന്തലും ആണ് കേട്ടോ ഉള്ളത്. അപ്പം അങ്ങനെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഓരോന്ന് സെപ്പറേറ്റ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കൂന്തലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കണം, കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട്. അങ്ങനെ 3 കൊഞ്ചനും കൂന്തലും അയിലയും സെപ്പറേറ്റ് ആക്കി വൃത്തിയാക്കി വെച്ചിട്ട് ഓരോ ഡപ്പയിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യുക. ഓരോന്ന് സെപ്പറേറ്റ്, അപ്പോൾ നമുക്ക് എടുക്കാനും ഒക്കെ വേഗം എളുപ്പമായിരിക്കുമല്ലോ. അങ്ങനെ ഓരോന്ന് വെച്ചിട്ടുണ്ട്. അയിലേൻ്റെ തലയും എടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം പൂച്ചയൊക്കെ ഉണ്ട്. അപ്പോൾ പൂച്ചക്കാണ് അയിലേൻ്റെ തല. പൂച്ച മത്തിയൊന്നും കഴിക്കില്ല, നമ്മളെ ഇടയിലുള്ള പൂച്ചയൊക്കെ റിച്ച് പൂച്ചയാണ്, അതുകൊണ്ട് മത്തിയൊന്നും കഴിക്കില്ല, അയില. അപ്പോൾ ഇത് 3 ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ആ തട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മുന്തിരി എടുത്ത് കഴിച്ചോട്ടോ. വിശക്കുന്നില്ല, ഇത്രയും ക്ലീൻ ചെയ്തല്ലോ. പിന്നെ അതൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി. ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ കഴുകി വെക്കലാണ് അടുത്ത പരിപാടി. അങ്ങനെ അതൊക്കെ കഴുകി വെച്ച് അവിടെയും കുറച്ച് വൃത്തിയാക്കി വെച്ചപ്പോൾ കാണാം പൂച്ച വന്നിട്ട്. ആടാ എടാ, എൻ്റെ വിശേഷം, മീനൊന്നും മുറിക്കുന്നില്ലേ ഇവിടുന്ന്? മീനെല്ലാം മുറിച്ച് കഴിഞ്ഞില്ലേ? എപ്പം കൊടുത്താലും തിന്നുന്നൊരു പൂച്ച. പോടാ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ചോറിനുള്ള വെള്ളം മുറ്റത്തെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ സോപ്പ് പൊടിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഞാൻ വേഗം തന്നെ അലക്കി ആറിയിട്ട് എടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയത് തുണി മടക്കി വെക്കാനാണ്. അപ്പോൾ അലക്കിയതൊക്കെ തുണി ഓരോരുത്തരെ സെപ്പറേറ്റ് ഇങ്ങനെ മടക്കി വെച്ചു. അപ്പോഴത്തേക്കും വെള്ളം നല്ലോണം തിളച്ച് വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരി കഴുകാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അരിയൊക്കെ കഴുകി, നമ്മൾ റേഷൻ അരി അല്ല കേട്ടോ, ഇത് നോർമൽ അരിയാണ്. റേഷൻ അരി തീർന്നു, എല്ലാം റേഷൻ അരിയാണ് ഉപയോഗിക്കുക. അപ്പം അരിയൊക്കെ ഇട്ടതിന് ശേഷം മിറ്റടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ഇതിലോട്ട് ഒരാൾ പായ നിങ്ങൾ കണ്ടവർ കമൻറ്റ് ചെയ്യട്ടോ ആരാന്ന്. അപ്പം മുറ്റൊക്കെ അടിക്കാൻ പോകും. അപ്പം നമ്മളെ വീട്ടിൽ കൊന്ന പൂത്തിട്ടുണ്ട് കേട്ടോ ഈ ഫെബ്രുവരി മാസം, അതായത് ജനുവരിയിലേക്ക് കൊന്ന പൂത്തു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് പാടാണ് കേട്ടോ അടിച്ചു വരാൻ. ഇപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ അടിച്ചു വാരി, ഇതാ ഫുൾ കൊന്ന പൂത്തിട്ട് ഇത് കണ്ടോ എന്ത് രസമാണെന്നറിയോ. പൂത്ത് കാണാനൊക്കെ ഭയങ്കര രസമാണ്, പക്ഷെ അടിച്ചു വരാൻ ഭയങ്കര പണിയാണ് കേട്ടോ. 2 കൊന്നയുണ്ട് 2 സൈഡിലും. അങ്ങനെ ഫുള്ള് അങ്ങനെ അടിച്ചു വാരി ഒരു ഭാഗം മൊത്തം ക്ലീനാക്കി നല്ല വൃത്തിയാക്കി ഇട്ടാ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സന്ധ്യ ആയപ്പോഴാട്ടോ വീഡിയോ എടുത്ത് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോക്കാം. അപ്പം ഞാൻ ഇന്ന് പാനിപ്പൂരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പൂരി ഞാൻ സെപ്പറേറ്റ് വറുത്തെടുത്തതാണ് പിടിയിൽ നിന്ന് വാങ്ങിയത്. പിന്നെ ഈ വെള്ളവും മസാലയൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയതാട്ടോ. ഈ വെള്ളം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മല്ലിച്ചപ്പും പുതിനച്ചപ്പും തേങ്ങയും ഒക്കെ വെച്ചിട്ട് ഞാൻ ആക്കിയൊരു അടിപൊളി തേങ്ങാപ്പാലൊക്കെ ഇട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അച്ചാറും പിന്നെ കായ് വറവും കൊഞ്ച് ഫ്രൈ ആണ് കേട്ടോ. ആ കൊഞ്ച് ഫ്രൈ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.